പിന്നെന്താ ചേട്ടായി കട്ടം പിടി കട്ടം കുടിച്ചിട്ടി അപ്പം കടി താനതിന്തിരതിന്തിന്നോ തന്താരതിന്തിന്നോ താനതിന്തിരതിന്തിന്നോ. കിയോര, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ബിരിയാണി സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് ജൈമോൻ ചേട്ടനാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം വീട്ടിൽ. വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന ഈ ബിരിയാണി പ്രിപ്പറേഷൻ ഒരു പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു ക്വാണ്ടിറ്റിയിലാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ഞങ്ങളത് ഇങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ബിരിയാണി പ്രിപ്പറേഷൻ ഉണ്ടാക്കുന്നത് തന്നെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അത് ജോർജിൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ ഞാൻ ജോർജിൻ്റെ വീടിന് മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. ഓക്കെ, ജൈമോൻ ചേട്ടാ. അപ്പോൾ നമുക്ക് സാലഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ റെസിപ്പിയൊക്കെ കുറിച്ചിട്ടോളൂ. മുട്ടക്കറി പുട്ടിനു കൂട്ടാൻ കടലക്കറി തനതാരതിൽ നിന്നോ തനതന്നാരതിൽ നിന്നോ. ഇത് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഇപ്പൊ യോഗട്ട് ഇടും അതിലേക്ക്. കട്ടൻ കുടിച്ചിട്ടി അപ്പം കടി ലാസ്റ്റ് താനതിന്തിരതിന്തിന്നോ തന്താരതിൽ നിന്നോ താനതിന്തിരതിന്തിന്നോ തന്താരതിൽ നിന്നോ താനതിന്തിരതിൽ. അപ്പൊ ഇത് ആക്ച്വലി എന്ത് വയനാടൻ സ്റ്റൈൽ എന്ന് പറയുന്നത്? വയനാട്ടിലുള്ള ഇതൊരു ഹൈദരാബാദ് ബിരിയാണിന്റെ കൂടെ റൈത്തയും അല്ലെങ്കിൽ മറ്റേ മുർച്ചിക്ക സാലനുമാണ് പോകുന്നത്. നമുക്കിവിടെ മുർച്ചിക്ക സാലൻ ഉണ്ടാക്കുന്ന അവസരം ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഈ ചലാസ് അല്ലെങ്കിൽ സാലസ് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടാക്കി ആൾക്കാരെ പറ്റിക്കുന്നു. സോ കുക്കിംഗ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷെഫ് ജൈമോൻ ചേട്ടൻ, പക്കത്താനയിലെ വേൾഡ് ഫേമസ്. ഉണ്ടാക്കുന്നത് 40 പീപ്പിൾസിനുള്ള ഫുഡാണ്. അതിനകത്ത് കുറച്ച് കുട്ടികളുണ്ട്. വലിയ ചെറിയ. ഓക്കെ, ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്? അത് ചെയ്യാൻ പോകുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അത് നമ്മൾ ഇന്നലെ ഓൾറെഡി ചെയ്തു. ഓക്കെ. So what are you going to witness now is Hyderabad chicken dum biryani. Yes. Kodiyuru. ഇതാണ് അതിന്റെ മാരിനേഷൻ. Okay. It's marinated overnight. ഒരു ദമടച്ച ചെമ്പലിന്റെ ബിരിയാണി അത് വെന്ത് വെന്ത് പൊന്തി വന്ന കരിമാരി ഒരു ചൂട്. ഒരു 8 കിലോ റൈസ് എടുക്കുന്നു. ഓക്കെ. മൂന്നാല് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് മീറ്റ്, ടെൻഡർ ആയിട്ടുള്ള മീറ്റ്. ഞാൻ ഇതിനകത്ത് തൈസും ആണ്, അത് ഡാർക്ക് മിക്സ് ചിക്കൻ്റെ. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് റൈസ്. അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റിന്റെ ക്ലാസിക് 2 year old. ഇത് ഏജ് മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു വേറൊരു ടെക്നിക്ക് ഉണ്ട്. അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അതൊരു സൈഡിലൊരു വൈറ്റ് ഗ്രോപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ബെസ്മാറ്റി ഏജ്ഡ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത്. ഓൾവേസ് ഗോ ഫോർ ദി ബെസ്റ്റ്. പിന്നെ അതിൻ്റെ അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഗീ, നല്ലൊരു ഗീ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അമ്പൂളിനെയാണ്, ഇതാണ് കിട്ടുന്നത്. പിന്നെ ഇലാച്ചി, കാടമൺ, അതൊരു മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. യെസ്. അപ്പോൾ ഇതിന്റെ മാരിനേഷന്റെ കൂട്ടുകളൊക്കെ ഒന്ന് പറയോ ചേട്ടാ? ഓക്കെ, സോ ഇത് ഓവർനൈറ്റ് മാരിനേറ്റഡ് ആണ്. ഇത് ഫ്രിഡ്ജ് വെച്ചു. ഇടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ലൈം ജ്യൂസ്, ഗ്രീൻ ചില്ലി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കൊറിയാൻഡർ ലീഫ്, മെയിൻറ്റ്, പിന്നെ ഗരം മസാല. ഗരം മസാല ഞാൻ ഇൻഡിവിജ്വലി ഉണ്ടാക്കുന്നതാണ്, നമുക്ക് മേടിക്കുന്നതല്ല. ഗരം മസാല ലൈക്ക് ജാവിത്രി, നട്ട്മഗ്, പിന്നെ ക്ലൗസ്, സ്റ്റാർ അനീസ്, ഏലക്ക. ഇതൊക്കെ മുഴുവനോടുകൂടി ഏലക്കയൊക്കെ പൗഡർ പൊടിച്ച്, ബ്ലാക്ക് കാർഡമം അതും ചതച്ചില്ല, അതൊന്നും ഞാൻ പൊടിക്കാറില്ല. പിന്നെ ബിരിയാണി ഫ്ലേവർ, അതൊരു നോർത്ത് ഇന്ത്യ കിട്ടുന്ന ഒന്നാണ്. അതിപ്പോ ഈ ഹൈദരാബാദി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ പെപ്പർ കോൺസ് ഉണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ മെയിൻ ആയിട്ട് ഷാജീര. ദാറ്റ്സ് വൺ ഓഫ് ദി മെയിൻ ഇൻഗ്രീഡിയന്റ് ഫോർ ഹൈദരാബാദ്. ചില്ലി പൗഡർ ഇല്ല, ചില്ലി പൗഡർ ഇട്ടത്തില്ല. ഞാൻ ഗ്രീൻ ചില്ലി പേസ്റ്റ് യൂസ് ചെയ്യുന്നു. പിന്നെ ഉപ്പ്, പിന്നെ ബേ ലീഫ്,
പിന്നെ ഫ്രൈഡ് ഓനിയൻസ് ഒബ്വിയസ്ലി. ഫ്രൈഡ് ഓണിയൻസ് ഇതിലിട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഫ്രൈഡ് ഓനിയൻസ് അതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഫ്രൈഡ് ഓനിയൻസ്. പിന്നെ ഹൈദരാബാദ് ബിരിയാണിയിൽ ഈ സ്പൈസസുകള് കുറച്ച് കൂടുതലാണ്. പിന്നെ യോഗട്ട് ഇടും. യോഗട്ട് ഒക്കെ ഇട്ട് സംഭവം സെറ്റ് ചെയ്ത് നമ്മൾ ഓവർനൈറ്റ് ചെയ്യണം. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓയിൽ. ഓയിലും കൂടി ഇടണം. പക്ഷെ അത് സീസൺ ചെയ്ത ഓയിലാണ്. അതിന്റെ ഒരു ടെക്നിക്ക് എന്താ വെച്ചാൽ നമ്മള് ഫ്രൈഡ് ഓനിയൻ ഫ്രൈ ചെയ്ത ഓയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്ലേവർ വ്യത്യാസം. ഓക്കെ, അപ്പൊ ഈ ഓയിലാണ് നമ്മൾ അതിലേക്ക് ബാക്കി വന്നത്. ഓക്കെ, അപ്പൊ ഇതിന് യൂസ് ചെയ്യുന്ന വേറെ എന്താണ്? ഇതൊക്കെ ഓപ്ഷണൽ ആണ്. ഓക്കെ, ഞാനിപ്പോ ചെയ്യാന്ന് വെച്ചാൽ വെള്ളം തിളപ്പിക്കാൻ പോവാണ്. സമയമെടുക്കും. ഇപ്പൊ നമ്മള് വെള്ളം തിളപ്പിക്കുകയാണ് റൈസ് ഇടാൻ. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മള് റൈസ് കുക്ക് ചെയ്യുന്ന വാട്ടർ സീസൺ ചെയ്യും. സീസണിന്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് നമ്മൾ സോൾട്ട്. ഈ സോൾട്ട് ജസ്റ്റ് ഇനഫ് പോലെ ആ വാട്ടർ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി സംതിങ് ലൈക്ക് സീ വാട്ടർ. ഓക്കേ, അത്രയും സോൾട്ടി ആയിരിക്കണം. അത്രയും സോൾട്ടി ആയിരിക്കണം. കാരണം ഈ വെള്ളത്തില് റൈസ് വളരെ കുറച്ചു നേരം കിടക്കുന്നുള്ളൂ. നമ്മൾ അതിന്റെ പറ്റിച്ചെടുക്കല്ലോ. അതുകൊണ്ട് ഇറ്റ് ഹാസ് ടു ബി റിയലി സോൾട്ടി വാട്ടർ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സീസൺ ചെയ്യാൻ പോവാണ് റൈസ്. ആദ്യം നമ്മൾ ഷാജീര ഇടും. പ്രഥമൻ തുഷനില തന്നിൽ വിളമ്പുമ്പോഴൊഴുകിടാതെ വലം കയ്യാലിടം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പരക്കുന്ന മനപായസം. നല്ല സ്മെല്ലാണ്. സോ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടോ, ഇത് നമ്മൾ ഈ സീസൺ ചെയ്ത വെള്ളം എടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കനിലേക്ക് ഇടുകയാണ്. ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ ടിപ്സാണ്. കാപ്പിയുണ്ടോ ചേട്ടാ കട്ടൻ കാപ്പി അപ്പത്തിനു കൂട്ടോ. അരിയൊക്കെ ഇട്ടു, ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. റൈസ് 20% കുക്ക് ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ ഇതിലേക്ക് ഇടും. ഈ റൈസിന് ഒരുപാട് അങ്ങ് ഇളക്കി ഡിസ്റ്റർബ് ആക്കരുത്. കാരണം അത് ഓൾറെഡി സോഫ്റ്റ് ആണ്, അത് ബ്രേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. സോ ഹാൻഡിൽ വിത്ത് കെയർ. ഇത് 20% ആദ്യത്തെ. റൈസ് ഒരു 20% നമ്മൾ കുക്ക് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ ദം ലെയർ ഇടുകയാണ്. ഫസ്റ്റ് ലെയർ കുറച്ചും കൂടെ കുക്ക് ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് ലെയർ ഇടുക അല്ലേ? 40%. നമ്മള് മൂന്നാമത്തെ ലെയർ ഇടാൻ പോവാണ്. അപ്പൊ ഇനി നമ്മൾ ലാസ്റ്റ് ഇടുന്നതാണ് സാഫ്രൺ. ഓ, അതില് മഞ്ഞപ്പൊടി ഇട്ടോ? ഇല്ല, ജസ്റ്റ് സാഫ്രന്റെ കളർ. ഓ മൈ ഗോഡ്, സോറി. കേബ്ര വാട്ടർ. അപ്പൊ ഇനിയിപ്പോ ഇടുന്ന റോസ് വാട്ടർ. ഇതൊക്കെ ഒരു കോസ്മെറ്റിക് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ സീൽ ചെയ്യാൻ പോവാണ്. അപ്പൊ സീൽ ചെയ്തു. ഇനി നമുക്ക് തുറക്കാൻ പറ്റില്ല, അല്ല പിന്നീട്. ബിരിയാണി റെഡിയായി, ഹാളിലെത്തി. ഇനി ദം പൊട്ടിക്കാൻ പോവാണ്. വേറൊരു അഡ്വാൻസ് ആണ്, നമ്മള് ആദ്യം നെയ്യിടുന്നില്ല, നമ്മള് ലാസ്റ്റ് ആണ് നെയ്യിടുന്നത്. വായിന്ന് വെള്ളം മൂറുന്നു, സ്മെല്ലടിക്കുന്നു, ഉടയാണ്ട് അല്ലേ? നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ എടുക്കുകയാണ്. ചിക്കൻ ഏറ്റവും താഴെയാണ് നിൽക്കുന്നത്. കണ്ട ഗ്രേവി നമുക്ക് ഇവിടെ നിന്ന് കാണാം. കാര്യം വെന്തോണ്ടിരിക്കുക.
എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പർ. എങ്ങനെയുണ്ട് ബിരിയാണി? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ക്ലാരിസിന് ഇഷ്ടപ്പെട്ടോ? യമ്മി ഫുഡ്. എങ്ങനെയുണ്ട് ബിരിയാണി? കഴിച്ചോ? സെലീൻ, how was the biryani? ബിരിയാണി എങ്ങനെയാണെന്ന് പറഞ്ഞേരി. Liz, how was the biryani? Oh wow, look at that plate. It's good? Yummy? Okay. അധ്വാനിക്കുന്ന തൊഴിലാളി സമൂഹത്തിനെയാണ് ഈ കാണുന്നത്. കഴിച്ചോന്ന് കഴിക്ക്, എന്നിട്ടൊരു എക്സ്പ്രഷൻ എടുക്കാൻ എനിക്ക്. സാം, how's the biryani? എങ്ങനെയുണ്ട് ബിരിയാണി? നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ എങ്ങനെയാണ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. തീർച്ചയായിട്ടും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ബെസ്റ്റ് ബിരിയാണിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. So guys, what are you waiting for? Like, share and subscribe my channel. Stay tuned and keep watching. Kia ora, namaskaram, bye bye.